ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോസ് എലിമിനേഷൻ മെത്തേഡായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡായിരുന്നു ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമുക്ക് എക്സ് ഈക്വൽ ടു, അതായത് എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലേക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ എക്സ് ഈക്വൽ ടു ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, മെട്രിക്സ് ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുക. ദെൻ നമ്മൾ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റാങ്കിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു അതിന് ഇൻഫിനിറ്റ് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ് ആൻഡ് ഹാസ് നോ സൊല്യൂഷൻ ആയിരിക്കും. Then rank of AB equal to rank of A equal to number of unknowns, number of variables ആണെങ്കിൽ system is consistent and has a unique solution ആയിരിക്കും. Then അടുത്ത കേസ് വരുന്ന rank of A equal to rank of AB less than number of variables ആണെങ്കിൽ അത് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന കേസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത് നിങ്ങൾക്കത് പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് എന്നാൽ അതിൻ്റെ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടേഴ്സും എങ്ങനെ ഫൈൻഡ് ചെയ്യാം. സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിയോ. ലെറ്റ് എ ഈക്വൽ ടു എ ഐ ജെ ബി എ ഗിവൺ നോൺ സീറോ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഡയമെൻഷൻ എൻ ബൈ എൻ. അപ്പോൾ അതായത് നമ്മളൊരു എൻ ബൈ എൻ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസാണ്. എപ്പോഴും ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു സ്ക്വയർ മെട്രിക്സിനായിരിക്കും ഈ വാല്യൂസ് ഉണ്ടാവുക. സോ നമ്മളൊരു എൻ ബൈ എൻ സ്ക്വയർ മെട്രിക്സ്, അതായത് എൻ റോസ് ആൻഡ് എൻ കോളംസ് ഉള്ള ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ അതിലൊരു ഇക്വേഷൻ കൺസിഡർ ദ വെക്റ്റർ ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അവിടെ ലാംഡ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് നോൺ സീറോ എക്സ് ആൻഡ് ലാംഡാസ് that satisfies the equation ax equal to lambda x is called the eigenvalue of the problem. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു വെക്റ്റർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡാസിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്, അതിനെയാണ് നമ്മൾ ഏഗൻ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. വേർ ലാംഡ ഈസ് ആൻ അൺനോൺ സ്കെയിലാർ ആൻഡ് എക്സ് ഈസ് ആൻ അൺനോൺ വെക്റ്റർ. ലാംഡ എന്ന് പറയുന്ന ഒരു അൺനോൺ സ്കെയിലാർ വാല്യൂ, അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് എക്സ് എന്ന് പറയുന്ന അൺനോൺ വെക്റ്റർ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് അല്ലെ എക്സ് 1 എക്സ് 2 എക്സ് 3 വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷനെ നമുക്ക് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കത് ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്ന എക്സ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. അതിൽ നിന്ന് നമുക്ക് എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്താ വരുന്നത്? എ മൈനസ് ലാംഡ. നമ്മൾ മെട്രിക്സിൻ്റെ കേസ് ആയതുകൊണ്ട് ലാംഡ ഇൻറ്റു ഐ എപ്പോഴും കോൺസ്റ്റൻ്റ് കൂടെ ആ യൂണിറ്റ് മെട്രിക്സ് കൊണ്ട് നമ്മൾ കൊടുക്കും. അപ്പം അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എ മൈനസ് ലാംഡ. അതാണ് ഈ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഈ ഐ ഇവിടെ കൊടുത്തതിന് കാരണം അതൊരു ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. This is a system of linear homogeneous equation and has non-trivial solution, that is x not equal to 0 only if determinant of a minus, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, determinant of a minus lambda I equal to 0. ഈ ഇക്വേഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഇക്വേഷൻ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു മെട്രിക്സ് ആയിരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഇക്വേഷൻ. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് ഏഗൺ വാല്യൂസ് അല്ലെങ്കിൽ ലേറ്റൻ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഏഗൺ വാല്യൂസ് ആയിരിക്കും. നമുക്കൊരു മെട്രിക്സ് എന്നാൽ അതിൻ്റെ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും ഏഗൺ വാല്യൂസ്.
For characteristic equation എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഏഗൺ വാല്യൂസ് എന്താ? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ്, അതിൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the solution x not equal to 0 are called the eigenvectors or characteristic vector of a. അതായത് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്, അതിനകത്ത് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ആ എക്സ് എന്ന് പറയുന്ന ആ വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏഗൺ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ ഏഗൺ വാല്യൂസ് ഓഫ് എ ഈസ് കോൾഡ് ദ സ്പെക്ട്രം ഓഫ് എ. അപ്പോൾ നമുക്കൊരു 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിന് എത്ര ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും? 2 ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. 3x3 മെട്രിക്സ് ആണെങ്കിൽ 3 ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. 4x4 മെട്രിക്സ് ആണെങ്കിൽ അതിന് 4 ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ n/n മെട്രിക്സ് ആണെങ്കിൽ അതിന് n ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഏഗൺ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെക്ട്രം ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഏഗൺ വാല്യൂസിൻ്റെ ആ കളക്ഷനെയാണ് സ്പെക്ട്രം ഓഫ് എ എന്ന് പറയുന്നത്. The largest of the absolute values of the eigenvalues of A is called the spectral radius of A. അതായത് നമുക്കിപ്പം ഒരു സപ്പോസ് അതിൽ പറഞ്ഞേക്കുന്നത് ലാർജസ്റ്റ് ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദി ഏഗൺ വാല്യൂസ്. അതായത് നമുക്ക് കുറേ ഏഗൺ വാല്യൂസ് കിട്ടും, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുക, അതിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അതിനെയാണ് നമ്മൾ ആ മെട്രിക്സിൻ്റെ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഏഗൺ വാല്യൂസ് ആയിട്ട് കിട്ടുന്നു -3, 2, 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ എന്താ? 3 കിട്ടും, ദെൻ 2 കിട്ടും, 1 കിട്ടും. ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാ? 3 ആണ്. മോഡുലസിൻ്റെ ലാർജസ്റ്റ് വാല്യൂ നോക്കുക, ആ വാല്യൂ ആയിരിക്കും ആ മെട്രിക്സിൻ്റെ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ റേഡിയസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് സെറ്റ് ഓഫ് ഏഗൺ വാല്യൂസ് കിട്ടും, അതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ആ സ്പെക്ട്രൽ വാല്യൂസിലെ മോഡുലസ് വാല്യൂ എടുക്കുക, ഓരോ ടേം ബൈ ടേം മോഡുലസ് വാല്യൂ എടുക്കുക, അതിലെ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ഇസ് ദ ഏഗൺ സ്പേസ് ഓഫ് എ കറസ്പോണ്ടിങ് ടു ലാംഡ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് ലാംഡ. അതായത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സിൻ്റെ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏഗൺ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ഓർത്തിരിക്കുക. അവിടെ ഓർത്തിരിക്കാനുള്ള ടേംസ് ഏതൊക്കെയാണ്? ഏഗൺ വാല്യൂ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഒരു മെട്രിക്സ് എന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏഗൺ വാല്യൂസ് കിട്ടും. ആ ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏഗൺ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ സെറ്റ് ഓഫ് ഓൾ ഏഗൺ വാല്യൂസിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്പെക്ട്രൽ വാല്യൂസിൻ്റെ മോഡുലസിൻ്റെ ഹയസ്റ്റ് വാല്യൂ, അതായിരിക്കും സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഈ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സിൻ്റെ ആ സൊല്യൂഷൻ വെക്ടറിനെ, സൊല്യൂഷൻ സ്പേസിനെ പറയുന്ന പേരാണ് ഏഗൺ സ്പേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്കവിടെ ഒരു നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് പറഞ്ഞു ഈ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതിന് നമുക്ക് ജനറലി 2x2 മെട്രിക്സസും 3x3 മെട്രിക്സസും ഒക്കെ ചോദിക്കത്തുള്ളൂ, അതിൽ കൂടുതലുള്ള ഓർഡർ ചോദിക്കാറില്ല. സോ 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാനുള്ള ഒരു ഷോർട്ട് ഫോമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3x3 മെട്രിക്സ് കിട്ടിയാലും നമ്മൾ എങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള പ്രോസസ്സാണ്. സോ അതിന് നമ്മൾ ആ ജനറൽ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യം തന്നേക്കുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. A11, A12, A21, A22. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ അത് എഴുതാനുള്ള എളുപ്പ വഴിയാണ്. 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ലാംഡാസ്. നമ്മൾ ലാംഡയുടെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കാൻ മതി. ലാംഡ വാല്യൂസിനെയാണ് ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡയുടെ ടേംസിലായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ആയിരിക്കും, മൈനസ് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. A11 പ്ലസ് A22 ലാംഡ പ്ലസ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0. അതാണ് 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. എങ്ങനെയാണ്? ലാംഡ സ്ക്വയർ പിന്നെ വരുന്നത് മൈനസ് ആണ്. അത് എപ്പോഴും ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ടേംസ് വരുന്നത്. ലാംഡ സ്ക്വയർ മൈനസ് പിന്നെ നോക്കേണ്ടത് രണ്ട് ഡയഗണൽ വാല്യൂസ് ആഡ് ചെയ്യുക. A11 പ്ലസ്
A22 ഇൻറ്റു ലാംഡ പ്ലസ് പിന്നെ എന്ത് വരും ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 അതായിരിക്കും സെക്കൻഡ് ഡിഗ്രി 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കുള്ളത് 3/3 മെട്രിക്സ്. 3/3 മെട്രിക്സ് ആണെങ്കിൽ അറിയാലോ എന്താ A11 A12 A13 ടേംസ് എല്ലാം നോക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതായിരിക്കും തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അത് എഴുതാനുള്ള മാർഗ്ഗമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ടേം ലാംഡ ക്യൂബ് ആയിരിക്കും. ലാംഡ ക്യൂബ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ടേംസ് വരുന്നത്. മൈനസ് അടുത്ത എന്താ ചെയ്യേണ്ടത് ഡയഗണൽ എലമെൻസിൻ്റെ എല്ലാം കൂടെ സമ്മ നോക്കിയേ A11 പ്ലസ് A22 പ്ലസ് A33 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് അതായത് സം ഓഫ് കോഫാക്ടർ ആൻഡ് മൈനേഴ്സ് ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നോക്കേണ്ട ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ് ഏതാ A1 അതുള്ള റോയും കോളും നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടോ A22 A23 A32 A33 പ്ലസ് പിന്നെന്താ ചെയ്യേണ്ടത് പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ A22. അപ്പോൾ ഈ രണ്ട് ടേംസ് അങ്ങ് കളയുക. A11 A13 A31 A33 അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ പ്ലസ് അടുത്ത എന്താ തേർഡ് ഡയഗണൽ എലമെൻറ്റ് നോക്കുക അതുള്ള റോയും കോളം ഒഴിവാക്കുക. ബാക്കി A11 A12 A21 A22 ഇൻറ്റു ലാംഡ. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ സമ്മ ഇൻറ്റു ലാംഡ ലാസ്റ്റ് വരുന്നത് മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം 3/3 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ ക്യൂബ് വരും മൈനസ് ഡയഗണൽസിൻ്റെ സമ്മ കൊടുക്കുക ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് ആദ്യത്തെ ഡയഗണൽ എലമെൻ്റ് ഉള്ള റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് രണ്ടാമത്തെ ഡയഗണൽ എലമെൻ്റ് ഉള്ള റോയും കോളം ഒഴിവാക്കുക ബാക്കിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് മൂന്നാമത്തെ ഡയഗണൽ എലമെൻറ്റ് റോയും കോളം ഒഴിവാക്കുക ബാക്കിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ആ രണ്ട് ഇക്വേഷനും എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അത് വെച്ചിട്ട് പ്രോബ്ലം ഡയറക്റ്റ്ലി ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡായി നീട്ടിപ്പിടിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദ മെട്രിക്സ് 1 2 ആൻഡ് 2 - 2 ഈസ് സിമെട്രിക്. ഫൈൻഡ് ഇറ്റ്സ് സ്പെക്ട്രം. അപ്പം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു മെട്രിക്സ് എപ്പോഴാണ് സിമെട്രിക് ആവുന്നത് A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആവുമ്പോഴാണ് മെട്രിക്സ് സിമെട്രിക് ആവുന്നത്. അപ്പം നമ്മൾ ആദ്യം A എന്ന മെട്രിക്സ് എഴുതി ലെറ്റ് A ഈക്വൽ ടു 1 2 2 - 2 അതിൻ്റെ A ട്രാൻസ്പോസ് നോക്കി ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആക്കി എഴുതി. ഫസ്റ്റ് റോ 1 2 അടുത്ത സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് എഴുതി. അപ്പോൾ നോക്കിയാൽ രണ്ടുപേരും സെയിം ആയിട്ടല്ലേ വന്നേ. അപ്പോൾ അവിടെ A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആണ്. ദെയർഫോർ A ഈസ് സിമെട്രിക്. ഇനി ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ് സ്പെക്ട്രം. സ്പെക്ട്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സെറ്റ് ഓഫ് ഓൾ ഏഗൻ വാല്യൂസിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഏഗൻ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആ റെപ്രസെൻറ്റേഷൻ അങ്ങ് കൊടുത്തേക്കണം. ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നാണ്. അപ്പം ഈ 3 സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാലോ നമ്മുടെ കയ്യിൽ 2/2 മെട്രിക്സ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ അതിൻ്റെ ഇക്വേഷൻ 2/2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു 0 ആയിരുന്നു. അത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് ലാംഡ I എങ്ങനെ വരും ആദ്യം A കൊടുത്തു 1 to 2 - 2 മൈനസ് ലാംഡ ഇൻറ്റു I എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊടുക്കുക 1 0 0 1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 മൈനസ് ലാംഡ 2 2 - 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് വന്നു. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേഷനാണ് വരുന്നത്. സോ നമ്മളത് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് കൊടുത്താൽ മതി അവിടെ. ഓക്കെ അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി 2/2 മെട്രിക്സ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ അല്ലേ ആദ്യത്തെ ടേം ലാംഡ സ്ക്വയർ ആണ് മൈനസ് നമുക്കറിയാം സം ഓഫ് ഡയഗണൽ ജനറൽ ഇക്വേഷൻ കൊടുക്കുക A11 പ്ലസ് A22 ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് A11 എന്ന് പറയുന്നത് എന്താണ്
A11 പ്ലസ് A22 A1 സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് കൊടുക്കുക 1 - 2 ആണ് 1 - 2 ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് പർട്ടിക്കുലർ മെട്രിക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ 1 - 2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ അത് ഈ മൈനസും കൂടെ പ്ലസ് ആയി പ്ലസ് ലാംഡ പ്ലസ് ഇത് എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. 1 ഇൻറ്റു -2 വന്നു -2 ഇൻറ്റു 2 4 വന്നു. അപ്പോൾ -2 - 4 ഈക്വൽ ടു 0 എന്ന് വന്നു. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -6 ഈക്വൽ ടു 0 എന്ന് വരും. അതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ലാംഡ -2 ഇൻറ്റു ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെയർഫോർ ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു -3 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടിയ ഏഗൻ വാല്യൂസ് ഏതൊക്കെയാണ്? ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു -3. അപ്പോൾ സ്പെക്ട്രം ഓഫ് എ എന്താ? സെറ്റ് ഓഫ് ഓൾ ഏഗൻ വാല്യൂസ് ആണ്. അപ്പം സെറ്റായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക 2 ആൻഡ് -3. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്കിത് ഡയറക്റ്റ്ലി ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുണ്ട് കാൽക്കുലേറ്ററിൽ. അത് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ആ മെത്തേഡ്സ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ബിടെക്കിനൊക്കെ അത് ഓൾറെഡി എന്തായാലും ചെയ്തിട്ടുണ്ടാവും. കാൽക്കുലേറ്ററിൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അങ്ങനെ ആ വാല്യൂസ് എഴുതിയാലും മതി. അല്ല ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. നമുക്ക് ഏഗൻ വെക്ടറൂടെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം വേണ്ടേ? സോ find the eigenvalues and eigenvectors of the matrix A equal to 8 - 4 2 - 2. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഡിറ്റർമിനൻറ്റ് ഓഫ് A - ലാംഡ I ഈക്വൽ ടു 0. അത് ആ ടേം എന്തായാലും കൊടുത്തേക്കണം കേട്ടോ. ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A - ലാംഡ I ഈക്വൽ ടു 0. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ആ ഫോമിൽ അങ്ങ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ ആണ്. പ്ലസ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 8 + 2 ഇൻറ്റു ലാംഡ പ്ലസ് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 8 ഇൻറ്റു 2 16 ആയി 16 മൈനസ് 2 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ -8 ആണ്. അപ്പം പ്ലസ് 8 ഈക്വൽ ടു 0 എന്ന് വന്നു. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 24 ഈക്വൽ ടു 0. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഡ ഈക്വൽ ടു 4 ആൻഡ് ലാംഡ ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പെക്ട്രൽ വാല്യൂസ് ഏതൊക്കെയാണ്? സ്പെക്ട്രം എന്ന് പറയുന്നത് 4 ആൻഡ് 6 ആയിരിക്കും. ഇനി നമ്മളോട് പ്രോബ്ലത്തിൽ ജസ്റ്റ് ഏഗൻ വാല്യൂസ് മാത്രമല്ല ചോദിച്ചത്, ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇനി പറയുന്നത്. നമുക്കിപ്പോൾ 2 ഏഗൻ വാല്യൂസ് കിട്ടി. ആ ഓരോ ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഏഗൻ വെക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ നമ്മുടെ ഏഗൻ വാല്യൂ എടുക്കുക. എന്താണ് ആദ്യത്തെ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ അത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ചെറിയ വാല്യൂസ് ആദ്യം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 1 2 3 എന്നാണെങ്കിൽ ഏഗൻ വാല്യൂസ് 1 2 3 ആ ഓർഡറിൽ തന്നെ ചെറിയ വാല്യൂ കൊടുക്കുക. രണ്ടാമത്തെ വാല്യൂ, മൂന്നാമത്തെ ആ ഓർഡറിൽ തന്നെ എഴുതി പോവുക. അതിനനുസരിച്ച് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൽ ചെറിയ വാല്യൂ 4 ആണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഈ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് A - ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അവിടെ ലാംഡയുടെ വാല്യൂ നമുക്ക് 4 ആണ്. നമുക്ക് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A - ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആവുന്ന എക്സ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ 4 കിട്ടിയല്ലോ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് A - 4I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എ എന്താണെന്ന് നമുക്കറിയാമായിരുന്നല്ലോ. എ എന്ന് പറയുന്നത് 8 - 4 2 ആയിരുന്നു. ഓക്കെ, എ എന്ന് പറയുന്നത് ഇതാ. അപ്പോൾ A - 4I എന്താവും? ഡയഗണൽ എലമെൻസിൽ നിന്ന് മാത്രം ആ 4 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 8 - 4 ബാക്കി -4 അതേപടി വന്നു, 2 അതേപടി എഴുതി. ഡയഗണൽ എലമെൻസിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. 2 - 4 ഇൻറ്റു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് 2 വെക്ടേഴ്സ് ആയിരിക്കും ഉള്ളത്. XY ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 0 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ലാംഡയുടെ വാല്യൂ നമ്മൾ ഡയഗണൽ എലമെൻസിൽ നിന്ന് മാത്രം സബ്ട്രാക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ എലമെൻസും അതേപടി കിടക്കും. ഓക്കെ, ഇൻറ്റു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ XY ആയിരിക്കും.
3x3 മെട്രിക്സ് ആണെങ്കിൽ XYZ എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുക. 8 - 4 എന്ന് പറയുന്നത് 4 ആണ്. 4 - 4 2, 2 - 4 എന്ന് പറയുന്നത് -2 ഇൻറ്റു XY = 0 0 എന്ന് വന്നു. ഇനി നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, നമുക്കത് ഇക്വേഷൻ എഴുതാമല്ലോ. ആദ്യത്തെ ഇക്വേഷൻ എന്ത് വരും? 4 × X 4x - 4y = 0 എന്ന് വരും. അടുത്ത ഇക്വേഷൻ എന്താ വരുന്നത്? അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 2x - 2y = 0 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്ത് നമുക്ക് 4x - 4y = 0 എന്ന് പറഞ്ഞാൽ 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ x - y = 0 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷനകത്ത് നമുക്ക് x - y = 0 എന്ന് കിട്ടും. x - y = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? x = y അല്ലേ? x = y ആണെങ്കിൽ x = y എന്നാണ് കിട്ടുന്നത്. അതായത് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ X എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? x = y ആണെന്ന് കിട്ടി. x = y ആണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ X എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ X ആണ്. അതിനെ XY എന്ന് എഴുതി. ദാറ്റ് ഈസ് XYക്ക് പകരം നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? x = y ആയതുകൊണ്ട് x എന്ന് കൊടുക്കാം. അതിൽ നമ്മൾ എക്സിനെ കോമൺ എടുത്താൽ ബാക്കി എന്താ വരുന്നത്? 1 1 എന്നല്ലേ വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് എന്താവും? 1 1 ആയിരിക്കും നമ്മുടെ ഏഗൻ വെക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ അല്ലെങ്കിൽ അതിന് വേറൊരു മെത്തേഡുണ്ട്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കി, x = y എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്മുടെ ഇക്വേഷൻ x = y ആണ്. x = y ആണെങ്കിൽ നമുക്ക് x/1 = y/1 എന്ന് എഴുതാമല്ലോ. അപ്പം നമ്മുടെ ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് x1 = ആ ഡിനോമിനേറ്ററിൽ വന്ന വാല്യൂസ് കൊടുക്കുക, 1 1 എന്ന് എഴുതാം. ഓക്കെ, x/1 = y/1 എന്നായതുകൊണ്ട് നമ്മളതിനെ ഡിനോമിനേറ്ററിലേക്ക് ടേം വരാനായിട്ട് ഡിനോമിനേറ്ററിൽ വന്ന വാല്യൂസ് 1 1 ആയിരിക്കും ആദ്യത്തെ വെക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് λ = 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ കിട്ടി. ദെൻ ഇനി അടുത്തത് നമുക്ക് λ = 6 ആണ് നമ്മുടെ നെക്സ്റ്റ് വെക്ടർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്താണ്? a - 6i × x = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഞാൻ പറഞ്ഞു ഡയഗണൽ എലമെൻസിൽ നിന്ന് മാത്രം 6 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 8 - 6 - 4 2 2 - 6 × എക്സിന് പകരം xy കൊടുക്കുക = 0 0. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 - 6 എന്ന് പറയുന്നത് 2 ആണ്, -4 2 അതേപടി എഴുതി. 2 - 6 എന്ന് പറയുന്നത് -4 ആണ്, × xy = 0 0 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. അപ്പോൾ എന്ത് വരും? 2x - 4y = 0. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത എന്ത് തന്നെ കിട്ടുന്നത്? 2x - 4y = 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഇത് 2x - 4y, അതിൽ നമുക്ക് 2 കോമൺ എടുത്താൽ x - 2y = 0 എന്ന് കിട്ടും. അതിൽ നിന്ന് x - 2y = 0. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. x - 2y = 0 എന്ന് കിട്ടും. x - 2y = 0 എന്ന് പറഞ്ഞാൽ എന്താ? x = 2y. നമ്മൾ പറഞ്ഞു വെക്ടർ എഴുതാനായിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നത് ഡിനോമിനേറ്ററിലേക്ക് വാല്യൂവിനെ കൊണ്ടുവരിക. ഈ 2നെ നമുക്ക് എക്സിന് താഴെ കൊണ്ടുവരാമല്ലോ. x/2 = y/1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x2 രണ്ടാമത്തെ വെക്ടർ ഏതായിരിക്കും? എക്സിന് താഴെയുള്ള എലമെൻറ്റിനെ ആദ്യം കൊടുക്കുക, വൈക്ക് താഴെയുള്ള എലമെൻറ്റിനെ രണ്ടാമത് കൊടുക്കുക. അതായിരിക്കും നമ്മുടെ സെക്കൻഡ് വെക്ടർ. ഓക്കെ, അപ്പം നമ്മുടെ ഏഗൻ വെക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് λ = 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 കിട്ടി. Therefore the eigen vectors are 1 1 and 2 1. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ ഓരോ ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ലാസ്റ്റ് അതിനെ ഒരു സെറ്റാക്കി എഴുതുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ മെത്തേഡ് ഒന്ന് ഫെമിലിയർ ആവണമല്ലോ. സോ നമുക്കവിടെ തന്നിട്ടുണ്ട് ഫൈൻഡ് ദ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ഓഫ് 1 1 2 -1 2 1 ആൻഡ് 0 1 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഡിറ്റർമിനൻ്റ് ഓഫ് a - λi = 0 ആണ്. സോ നമ്മൾ ആ ഡിറ്റർമിനൻ്റ് ഫോം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാമല്ലോ. എന്തായിരുന്നു? λ³ മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ്. അത് ജനറൽ ഇക്വേഷനാണ് കൊടുത്തേക്ക് ഇൻറ്റു λ² പ്ലസ് പിന്നെ എന്തായിരുന്നു? ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് കളഞ്ഞിട്ട് അതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് തേർഡ് ഡയഗണൽ എലമെൻറ്റ് കളയുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്
ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. സോ അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലാംഡ ക്യൂബ് അല്ലേ, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ലാംഡ ക്യൂബാണ്. ലാംഡ ക്യൂബ് മൈനസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, അപ്പോൾ 1 + 2 + 3 അതാണ് ഇവിടെ കൊടുത്തത്. 1 + 2 + 3 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് അടുത്തത് ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ് കളയുന്നു. അപ്പോൾ 2 1 1 3 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് കളയുന്നു. അപ്പോൾ 1 2 0 3 പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് കളയുന്നു. കഴിഞ്ഞു. അപ്പം 1 1 -1 2 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈക്വൽ ടു 0. അപ്പം നമ്മളത് സോൾവ് ചെയ്യുമ്പം ലാംഡ ക്യൂബ് 1 + 2 + 3 എന്ന് പറയുന്നത് 6 ആവും, -6 ലാംഡ സ്ക്വയർ പ്ലസ് ഇത് ഡിറ്റർമിനൻറ്റ് കളയും 2 × 3 6 ആവും, 6 - 1 വന്നു, ഇത് 3 - 0 പ്ലസ് 2 + 1 ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എങ്ങനെയാണ് വരുന്നത്? 1 × 2 × 3 -1 × 1. അപ്പോൾ 6 - 1 മൈനസ് ഈ 1 ഇൻറ്റു അതുള്ള റോയും കോളം ഒഴിവാക്കുക, -1 × 3 -3 -0 × 1 0 പ്ലസ് 2 ഇൻറ്റു ആ ഉള്ള റോയും കോളവും കളയുക, -1 × 1 അത് -1 ആയി, -0 × 2 0 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് -6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ -6 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ്ലി കാൽക്കുലേറ്ററിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 1 2 3 ആണ്. ഐഗൺ വാല്യൂസ് 1 2 3 ആണ് കിട്ടും. ഇവിടെ വേറൊരു മെത്തേഡിലാണ്, അത് പിന്നെ ഡിവിഷനൊക്കെ ചെയ്യാൻ പോകണം. അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ M.Tech സ്റ്റുഡൻസ് അല്ലേ, B.Techകാർക്ക് തന്നെ അത് കാൽക്കുലേറ്റർ ചെയ്യാമെന്നുള്ളത് ചെയ്താണ് ചെയ്യുന്നത്. സോ നിങ്ങളത് ക്യൂബിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റർ അറിയത്തില്ലാത്തവർ അത് സോൾവ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഡയറക്റ്റ്ലി ആ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ഐഗൺ വാല്യൂസ് 1 2 3 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സ്പെക്ട്രൽ വാല്യൂസായി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൺ വെക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓരോ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യത്തെ നമ്മുടെ ഐഗൺ വാല്യൂ എടുക്കുക. വെൻ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? a - ലാംഡ i × x ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ട് a - i × x ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? a എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 2 -1 2 1 0 1 3 ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a - i × x ആണ്. i എന്ന് പറയുന്നത് 1 0 0. അപ്പോൾ ഡയഗണൽ എലമെൻറ്റിൽ നിന്ന് മാത്രം 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 1 - 1 വന്നപ്പോൾ 0 ആയി. ബാക്കി എലമെൻറ്റ്സ് 1 2 അതേപടി എഴുതി. അടുത്ത -1 അതേപടി എഴുതി. 2ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ ഇവിടെ 1 വന്നു. 1 അതേപടി എഴുതി. 0 1 അതേപടി എഴുതി. 3ൽ നിന്ന് 1 കുറയ്ക്കുക, 2 വന്നു. ഓക്കെ, അതാണ് a - i ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആയതുകൊണ്ട് എക്സ് വാല്യൂസ് XY Z ആയിരിക്കും. ഈക്വൽ ടു 0 വരുന്നുണ്ട്, 0 0 0 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതുക. എങ്ങനെ വരും? 0 × x 0x പ്ലസ് 1 × y പ്ലസ് 2z ഈക്വൽ ടു 0. അതായിരിക്കും ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. അടുത്ത ഇക്വേഷൻ എന്താ? -1 × x -6 പ്ലസ് y പ്ലസ് z ഈക്വൽ ടു 0 വന്നു. അടുത്ത ഇക്വേഷൻ എങ്ങനെ വരും? 0x പ്ലസ് 1y പ്ലസ് 2z ഈക്വൽ ടു 0 വന്നു. ഇനി ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ എഴുതുന്ന ഓർഡർ നോക്കുക. അതിലേതെങ്കിലും ആദ്യത്തെ 2 ഇക്വേഷൻ അങ്ങ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം നോക്കിയേ, നമ്മൾ എക്സിൻ്റെ കാര്യമാണ് എടുക്കുന്നത്. ഓക്കെ, x/y/z/ എന്നാണ് എപ്പോഴും എടുക്കുന്നത്. x എടുക്കുമ്പോൾ എക്സിൻ്റെ കാര്യങ്ങൾ മാത്രം വിട്ടേക്കുക. നമ്മൾ ആദ്യത്തെ 2 ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി നോക്കിയാൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇസഡിൻ്റെ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈയുടെ ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 1 × 1 1 വന്നു. മൈനസ് അടുത്ത എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. നമ്മൾ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ -1 × 2. അപ്പോൾ 1 - 2 വന്നു അവിടെ. x/1 - 2. ഇനി അടുത്ത് വരുന്ന ഈക്വൽ ടു, നമ്മൾ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ്. y വരുമ്പോൾ അടുത്ത ടേം -y എന്ന് കൊടുക്കുക. -y/ വൈയുടെ കോളം അങ്ങ് ഒഴിവാക്കുക. ബാക്കി എന്താ വരുന്നത്? 0 × 1 ഇസഡിൻ്റെ ക്രോസ് ആണ് ചെയ്യുന്നത്.
0 ഇൻറ്റു 1 0 ആയി, മൈനസ് -1 ഇൻറ്റു 2, അപ്പോൾ -2 ആയിരുന്നു, -2 എന്ന് പറയുമ്പോൾ +2 ആയി, ഈക്വൽ ടു അടുത്ത ഇസഡിൻ്റെ കേസ് നോക്കുക. ഇസഡിൻ്റെ കേൾക്കുമ്പോൾ 0 ഇൻറ്റു 1 0 മൈനസ് 1 ഇൻറ്റു 1 അപ്പോൾ +1 ആയി. ഓക്കെ, ഇനി അത് ഞാൻ സോൾവ് ചെയ്യാം. അപ്പോൾ x/1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, -y/2 വരും, z/1 വരും. അപ്പോൾ എക്സിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ടേം എന്താ? -1 ആണ്, വൈയുടെ ടേമിലുള്ള -2, ഇസഡിൻ്റെ ഡിനോമിനേറ്ററുള്ളത് 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ കിട്ടി -1 -2 1. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ വരുന്നത് a - 2i × x = 0 ആണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സിൽ നിന്ന് മാത്രം 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും -1 1 2 -1 0 1 0 1 1 × x y z = 0 0 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതുക, -x + y + 2z = 0. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ -x + 0y + z = 0. അടുത്ത 0x + 1y + 1z = 0. 3 ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിലെ ഫസ്റ്റ് 2 ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ കോളം ഇടുക, x/yയുടെ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, 1 1 -0 × 2 0, x/1 - 0. അടുത്തത് -y/yയുടെ കളയുക, -1 × 1 -1 -1 × 2 -2, അപ്പോൾ -1 -2 വരുമ്പോൾ -1 + 2 ആയി, ഈക്വൽ ടു ഇസഡിൻ്റെ വരുമ്പോൾ -1 × 0 0 വന്നു, -1 × 1 എന്ന് പറയുമ്പോൾ +1 ആയി. ഓക്കെ, z/0 + 1, ദാറ്റ് ഈസ് x/1 = y/-1 ഈക്വൽ ടു z/1 എന്ന് കിട്ടും. അപ്പോൾ x2 എന്ന് പറയുന്നത് 1 -1 1 എന്ന് കിട്ടും. ഇനി ലാംഡ ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ x3 എന്ന് പറയുന്ന വെക്റ്റർ 1 0 1 ആണെന്ന് കിട്ടും, 1 0 1 എന്ന് കിട്ടും. x/1 = y/0 = z/1 എന്നാണ്. സോ ദ വെക്റ്റർ ഈസ് 1 0 1. അപ്പോൾ ഓരോ ഏഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏഗൺ വെക്റ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ 3x3 മെട്രിക്സ് ആണെങ്കിലും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. സോ ഇതിനകത്തൊരു 8 പ്രോബ്ലത്തോളം ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കുക. കാരണം മെട്രിക്സ് ആണ്, ടൈം എടുക്കും. അറിയാമെന്ന് പറഞ്ഞാലും ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും കാൽക്കുലേഷൻ മാറിപ്പോയാൽ കംപ്ലീറ്റ്ലി തെറ്റിപ്പോകും. അപ്പോൾ ആദ്യം തൊട്ടേ നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. 3x3 മെട്രിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും. 3x3 ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. 2x2 വന്നാലും ചെറിയ മാർക്കിന് വല്ലതും വരത്തുള്ളൂ, കാരണം അത് ഇച്ചിരിയല്ലേ ഉള്ളൂ ചെയ്യാനുള്ളൂ. അപ്പോൾ 3x3 മെട്രിക്സിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് പഠിച്ച് നോക്കുക. എവിടെയെങ്കിലും സംശയം വരുവാണെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഈഗൺ വാല്യൂ ആൻഡ് ഈഗൺ വെക്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കാനുണ്ട്, ദെൻ ഡയഗണലൈസേഷൻ. ഇത്രയും ടോപ്പിക്സ് കൂടെയാണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.